അൺഅക്കാഡമി കേരള PSC 10th ലെവൽ പ്രിലിമിനറി പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന നിങ്ങൾക്കായി ഒരുക്കുന്നു നേട്ടം എ 30-day ക്രാഷ് കോഴ്സ് ഫോർ 10th ലെവൽ പ്രിലിംസ്. 30 ദിവസത്തിലധികം നീണ്ടു നിൽക്കുന്ന ഈ ക്രാഷ് കോഴ്സിൽ പങ്കെടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് 10th ലെവൽ പ്രിലിമിനറി എക്സാമിൻ്റെ സിലബസിലെ മുഴുവൻ ടോപ്പിക്സും കവർ ചെയ്യാൻ കഴിയും. നിങ്ങളെ വിജയത്തിലെത്തിക്കാൻ അൺഅക്കാഡമിയുടെ ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സ് നേതൃത്വം നൽകുന്ന ഈ ബാച്ച് കോഴ്സിൽ നിങ്ങളെല്ലാവരും തന്നെ എൻറോൾ ചെയ്യൂ. ഓരോ സബ്ജക്ട്സും കൈകാര്യം ചെയ്യുന്ന എഡ്യൂക്കേറ്റേഴ്സിനെ നമുക്ക് പരിചയപ്പെടാം. നാച്ചുറൽ സയൻസ് ഷാഫി തോംസൺ, ഫിസിക്കൽ സയൻസ് ജാഫർ സാദിഖ്, ഫാക്ട്സ് അബൌട്ട് കേരള മുഹമ്മദ് റോഷൻ, കോൺസ്റ്റിറ്റ്യൂഷൻ ഹാജ മുഹമ്മദ്, ഫാക്ട്സ് അബൌട്ട് ഇന്ത്യ രാഹുൽ ചന്ദ്രൻ, കറണ്ട് അഫയേഴ്സ് സതീഷ് കുമാർ, മാത്സ് ഇസ്മായിൽ കാലടി. സോ ഗൈസ്, ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം. ഡിസംബർ 28 ആരംഭിക്കുന്ന ഈ ബാച്ച് കോഴ്സിൽ നിങ്ങളെല്ലാവരും തന്നെ ഇപ്പോൾ തന്നെ മറക്കാതെ എൻറോൾ ചെയ്യൂ. ഈ ഇൻഫർമേഷൻ നിങ്ങളുടെ ഫ്രണ്ട്സിന് പാസ് ചെയ്യൂ. ലെറ്റ്സ് ക്രാക്ക് ഇറ്റ്. എല്ലാ കൂട്ടുകാർക്കും അൺഅക്കാദമിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ ലെസണിൽ മെമ്മറി കോഴ്സ് എന്ന് പറയുന്ന നമ്മുടെ ഈ കോഴ്സിൽ കഴിഞ്ഞ ലെസണിൽ വിറ്റാമിനുകളുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗങ്ങളെ കുറിച്ച് നമ്മൾ വളരെ രസകരമായ കോഡിലൂടെ പഠിച്ചിരുന്നു. അത് തീർച്ചയായും കൂട്ടുകാർക്ക് ഉപയോഗപ്പെടും. ആരെങ്കിലും കാണാത്തവരായിട്ടുണ്ടെങ്കിൽ ആദ്യം അത് കാണേണ്ടതാണ്. കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. മെമ്മറി കോഴ്സിൽ ഇനി ഈ ഒരു ലെസൺ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് നമ്മൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുള്ള വിറ്റാമിനുകളുടെ രാസനാമങ്ങൾ എങ്ങനെയാണ് എളുപ്പത്തിൽ പഠിച്ചിരിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, PSC ഈ ഒരു ഏരിയയിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. വിറ്റാമിനുകൾ ഒരു പ്രധാന ഏരിയയാണ്, ബയോളജി എന്ന് പറയുന്ന പാർട്ടിൽ പ്രധാന ഏരിയയാണ്. അതുകൊണ്ടാണ് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമുക്ക് മറന്നു പോകാൻ ചാൻസ് ഉള്ള കാര്യങ്ങൾ നമ്മൾ കോഡിലൂടെ ഇവിടെ പഠിക്കാൻ ശ്രമിക്കുന്നത്. ഓക്കെ, സയന്റിഫിക് നെയിംസ് ആണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ലെസണിൽ പ്രധാനമായിട്ടും വിറ്റാമിൻ ബിയുടെ കാറ്റഗറീസ് ആണ് കോഡിലൂടെ നമ്മൾ പഠിക്കാൻ ശ്രമിക്കുന്നത്. ബാക്കിയുള്ളത് നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവുകയാണ്. കൂട്ടത്തിൽ PSC ഈ ഒരു ഏരിയയിൽ നിന്ന് ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ ഞാൻ ആദ്യത്തെ ലെസണിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുകയാണ്. ഈ ലെസന്റെ ആദ്യത്തെ സെഷനിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. വിറ്റാമിൻ എ നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു. വിറ്റാമിൻ എയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ് നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്നുള്ളത്. വിറ്റാമിൻ എ എന്ന് പറയുന്നത് അതിന്റെ സയന്റിഫിക് നെയിം എന്ന് പറയുന്നത് റെറ്റിനോൾ ആണ്. റെറ്റിന നമുക്കറിയാം കണ്ണിലാണ് അല്ലെ. അപ്പോ കണ്ണുമായി ബന്ധപ്പെട്ട ഒരു വിറ്റാമിൻ ആണ്. കണ്ണിന്റെ കാഴ്ചക്ക് സഹായകരമാകുന്ന വിറ്റാമിൻ ആണ് ഏത്? വിറ്റാമിൻ എ എന്ന് പറയുന്നത്. അതിന്റെ സയന്റിഫിക് നെയിം എന്ന് പറയുന്നത് റെറ്റിനോൾ ആണ്. രണ്ട് തരത്തിലുള്ള പിഗ്മെന്റ്സ് ആണ് വിറ്റാമിൻ എയിലുള്ളത്, റോഡോപ്സിനും അയഡോപ്സിനും. PSC ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. റോഡോപ്സിനും അയഡോപ്സിനുമാണ് വിറ്റാമിൻ എയിലെ ജീവകങ്ങൾ അല്ലെങ്കിൽ പ്രത്യേകമായിട്ടുള്ള കണ്ടന്റുകൾ എന്ന് പറയുന്നത്. മങ്ങിയ പ്രകാശത്തിൽ കാഴ്ച സാധ്യമാകുന്നത് റോഡോപ്സിനും തീവ്ര പ്രകാശത്തിൽ കാഴ്ച സാധ്യമാക്കുന്നത് അയഡോപ്സിനുമാണ്. PSC ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ എടുത്തു പറയുന്നത്. റോഡോപ്സിൻ മങ്ങിയ പ്രകാശത്തിൽ കാഴ്ച സാധ്യമാക്കുന്ന പിഗ്മെന്റ് ആണ് റോഡോപ്സിൻ എന്ന് പറയുന്നത്. അയഡോപ്സിൻ എന്ന് പറയുന്നത് തീവ്ര പ്രകാശത്തിൽ കാഴ്ച സാധ്യമാക്കുന്ന പിഗ്മെന്റ് ആണ്. രണ്ടും എന്താണ്? വിറ്റാമിൻ എയുടെ പിഗ്മെന്റുകളാണ്. റെറ്റിനോൾ എന്നുള്ളതാണ് വിറ്റാമിൻ എയുടെ സയന്റിഫിക് നെയിം. അത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, ഇനി വിറ്റാമിൻ സി നമുക്കറിയാം. സിയെ കുറിച്ച് നമ്മൾ ഒരുപാട് ചെറിയ ക്ലാസ് മുതലേ കേട്ട് പരിചയമുള്ളതാണ്. ഒരുപാട് കാര്യം നമുക്കറിയാം. അസ്കോർബിക് ആസിഡ് എന്നുള്ളതാണ് സയന്റിഫിക് നെയിം. നെല്ലിക്ക, നാരങ്ങ, ഓറഞ്ച് ഇതിലൊക്കെ അടങ്ങിയിരിക്കുന്നത് ഏതാണ്? വിറ്റാമിൻ സി ആണ്. ഫ്രഷ് ഫുഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നതും വിറ്റാമിൻ സി ആണ്. ചൂടാക്കുന്നതിലൂടെ നഷ്ടപ്പെട്ടു പോകുന്ന വിറ്റാമിൻ ഏതാണെന്ന് ചോദിച്ചാലും വിറ്റാമിൻ സി ആണ്. മുറിവുണങ്ങാൻ സഹായിക്കുന്ന വിറ്റാമിൻ ഏതാണെന്ന് ചോദിച്ചാലും ഏത് തന്നെയാണ്? വിറ്റാമിൻ സി ആണ്. മൂത്രത്തിലൂടെ നഷ്ടപ്പെട്ടു പോകുന്ന വിറ്റാമിൻ ഏതാന്ന് ചോദിച്ചാലും ഏത് തന്നെയാണ്? വിറ്റാമിൻ സി ആണ്. കൃത്രിമമായി ആദ്യമായി ക്രിയേറ്റ് ചെയ്ത വിറ്റാമിൻ ഏതാന്ന് ചോദിച്ചാലും ഏത് തന്നെയാണ്? വിറ്റാമിൻ സി ആണ്. അതിന്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം എന്ന് പറയുന്നത് സ്കർവി ആണെന്നുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന സ്കർവിയാണ് വിറ്റാമിൻ സിയുടെ കുറവ് മൂലം ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പൊ ഫാക്ടുകൾ ഒരുപാടെണ്ണം ഞാൻ അതിന്റെ കൂട്ടത്തിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും ഉപയോഗപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കാവുന്നതാണ്. ഓക്കെ, ഇനി വിറ്റാമിൻ ഡി എന്ന് പറയുന്നത് അതിന്റെ സയന്റിഫിക് നെയിം എന്ന് പറയുന്നത് കാൽസിഫെറോൾ എന്നുള്ളതാണ്. കാൽസിഫെറോൾ എന്നുള്ളതാണ് വിറ്റാമിൻ ഡിയുടെ സയന്റിഫിക് നെയിം. വിറ്റാമിൻ ഇയുടെ സയന്റിഫിക് നെയിം എന്ന് പറയുന്നത് ടോക്കോഫെറോൾ എന്നുള്ളതാണ്. ടോക്കോഫെറോൾ എന്നുള്ളതാണ് വിറ്റാമിൻ ഇയുടെ സയന്റിഫിക് നെയിം. ഇനി വിറ്റാമിൻ കെയുടെ സയന്റിഫിക് നെയിം എന്ന് പറയുന്നത് ഫില്ലോക്വിനോൺ
ഫില്ലോക്വൈനിൻ എന്നുള്ളതാണ് വിറ്റാമിൻ കെയുടെ സയന്റിഫിക് നെയിം. അപ്പൊ ഒന്നും കൂടെ ഞാൻ പറയാം. വിറ്റാമിൻ എ റെറ്റിനോൾ, വിറ്റാമിൻ സി അസ്കോർബിക് ആസിഡ്, വിറ്റാമിൻ ഡി കാൽസിഫെറോൾ, വിറ്റാമിൻ ഇ ടോക്കോഫെറോൾ, വിറ്റാമിൻ കെ ഫില്ലോക്വൈനിൻ എന്നുള്ളതാണ് വിറ്റാമിൻ കെയുടെ സയന്റിഫിക് നെയിം. അപ്പൊ ഇതൊന്ന് നിങ്ങൾ പഠിച്ചിരിക്കുക. ഇതിന് ഞാൻ പ്രത്യേകിച്ച് കോഡൊന്നും കണ്ടുപിടിച്ചിട്ടില്ല. പക്ഷെ വിറ്റാമിൻ ബി ആണ് വളരെയധികം സ്പെഷ്യലൈസ് ചെയ്തിട്ട് നമുക്ക് മാറിപ്പോകാൻ കൂടുതൽ ചാൻസ് ഉള്ള വിറ്റാമിൻസ്. ഓരോ പേരുകളും നമുക്കൊന്ന് എടുത്ത് പഠിച്ച് അതിനൊരു ആവശ്യമുള്ള കോഡും കൂടി ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ വിറ്റാമിൻ ബിയിൽ നിന്നുള്ള എല്ലാ വിറ്റാമിൻസും നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് തന്നെ പതിയുന്നതാണ്. ഇത് മറക്കരുത്. റെറ്റിനോൾ, വിറ്റാമിൻ എ റെറ്റിനോൾ, വിറ്റാമിൻ സി അസ്കോർബിക് ആസിഡ്, വിറ്റാമിൻ ഡി കാൽസിഫെറോൾ, വിറ്റാമിൻ ഇ ടോക്കോഫെറോൾ, വിറ്റാമിൻ കെ ഫില്ലോക്വൈനിൻ. അത് പഠിച്ചിരിക്കുക. വിറ്റാമിൻ ബിയിൽ നിന്നുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്കഷനിലേക്ക് പോവുകയാണ്. ചിത്രത്തിൽ നിങ്ങൾക്ക് ക്രിസ്ത്യാനോ റൊണാൾഡോയെ കാണാവുന്നതാണ്. നമ്മൾ ഫുട്ബോളുമായി ബന്ധപ്പെട്ട ഒരു കോഡ് ആണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമായിട്ട് നമ്മൾ ബി എന്ന് പറയുന്ന വിറ്റാമിന്റെ കാറ്റഗറീസ് ഏതൊക്കെയാണ്, അതിന്റെ ഓരോന്നിന്റെയും സയന്റിഫിക് നെയിം എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് പഠിച്ചിരിക്കാം. ഒന്ന് മനസ്സിലേക്ക് ആ പേരുകൾ ഒന്നൊന്ന് അക്സെപ്റ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് കോഡിലേക്ക് പോകാം. ആ ഒരു മെത്തേഡായിരിക്കും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുക. ഓക്കെ, തൈമിൻ, B1ന്റെ സയന്റിഫിക് നെയിം എന്ന് പറയുന്നത് തൈമിൻ ആണ്. B2 റൈബോഫ്ലാവിൻ ആണ്. B2ന്റെ സയന്റിഫിക് നെയിം എന്ന് പറയുന്നത് വിറ്റാമിൻ B2. വിറ്റാമിൻ B1 ആണ് തൈമിൻ, വിറ്റാമിൻ B2 റൈബോഫ്ലാവിൻ. വിറ്റാമിൻ B3 നിയാസിൻ എന്നുള്ളതാണ് വിറ്റാമിൻ B3യുടെ സയന്റിഫിക് നെയിം. ഇനി B4 ഇല്ല. 1, 2, 3 കഴിഞ്ഞിട്ട് പിന്നെ 5 ആണ്. അത് ശ്രദ്ധിക്കണം. 1, 2, 3 കഴിഞ്ഞിട്ട് പിന്നെ 4 ഇല്ല, 5 ആണ്. ആ ഓർഡർ, ആ നമ്പർ മനസ്സിലുണ്ടാവണം. എന്നാലേ കോഡോ കാര്യങ്ങളൊക്കെ മനസ്സിലുണ്ടാവുകയുള്ളൂ. വിറ്റാമിൻ B5 എന്ന് പറയുന്നത് പാൻറ്റോതെനിക് ആസിഡ് ആണ്. B5 എന്ന് പറയുന്നത്. ഇനി B6 4 ഇല്ല. ബാക്കി 5, 6, 7 അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോവുകയാണ്. മാറ്റങ്ങൾ നമുക്ക് എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നുള്ളത് ഓർത്തിരിക്കുകയും ചെയ്യാം. 1, 2, 3, 4 ഇല്ല. പിന്നെ 5 എന്ന് പറയുന്നത് പാൻറ്റോതെനിക് ആസിഡ് ആണ്. B6 എന്ന് പറയുന്നത് പിരിഡോക്സിൻ ആണ്. B6 എന്ന് പറയുന്നത്. B7 എന്ന് പറയുന്നത് ബയോട്ടിൻ എന്നുള്ളതാണ് B7. ഇനി 7 കഴിഞ്ഞാൽ പിന്നെ 8 ഇല്ല. 4ഉം 8ഉം അത് ഓർത്തിരുന്നാൽ മതി. 4 കഴിഞ്ഞാൽ പിന്നെ 4ന്റെ ഇരട്ടിയാണ് 8, അത് ഒഴിവാക്കി. ഓക്കെ, ഇനി ഫോളിക് ആസിഡ് ആണ് 9. ഫോളിക് ആസിഡ് എന്നുള്ളതാണ് 9. ഓക്കെ, ഫോളിക് ആസിഡ് ആണ് 9. പിന്നെ 10ഉം 11 ഒന്നുമില്ല. പിന്നെ 12 മാത്രം ഒന്ന് ഓർത്തിരിക്കുക. എന്താണ്? കോബാലാമിൻ എന്നും പറയാറുണ്ട്. കൊബാൾട്ട് അടങ്ങിയിട്ടുള്ളതാണ് കൊബാലാമിൻ എന്ന് പറയുന്നത്. അതാണ് B12 എന്ന് പറയുന്നത്. അപ്പൊ ഈ പേരുകൾ 1-2 പ്രാവശ്യം ഒന്ന് പഠിച്ചിരിക്കുക. നമ്മുടെ അതിന്റെ ആദ്യത്തെ ലെറ്റർ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ കൺസെപ്റ്റ് കോഡിലൂടെ പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇത് 1-2 പ്രാവശ്യം ഉരുവിട്ടാൽ മാത്രമേ, മനസ്സിലേക്ക് അക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ മനസ്സിൽ അത് പതിഞ്ഞിരിക്കുകയുള്ളൂ. അപ്പൊ ആ പേരുകളൊന്ന് ഓർത്തിരിക്കുക. B1 തയാമിൻ, B2 റൈബോഫ്ലാവിൻ. അടുത്തത് B3 നിയാസിൻ. ഇനി B5 പാൻറ്റോതെനിക് ആസിഡ്. B6 പിരിഡോക്സിൻ. B7 ബയോട്ടിൻ. B9 8 ഇല്ല. B9 ഫോളിക് ആസിഡ്. B12 കോബാലാമിൻ. കൊബാൾട്ട് അടങ്ങിയ കണ്ടന്റ് ആണ് കൊബാലാമിൻ. ഓക്കെ, അപ്പൊ ഈ സയന്റിഫിക് നെയിം T എന്ന് കേട്ടാൽ തൈമിൻ ആണെന്നും, R എന്ന് കേട്ടാൽ റിബോഫ്ലാവിൻ ആണെന്നും, N എന്ന് കേട്ടാൽ നിയാസിൻ ആണെന്നും, P എന്ന് കേട്ടാൽ ആദ്യം പാൻറ്റോതെനിക് ആസിഡ് ആണെന്നും, പിന്നെ P കേട്ടാൽ പിരിഡോക്സിൻ ആണെന്നും, ബയോട്ടിൻ, ഫോളിക് ആസിഡ്, കൊബാലാമിൻ എന്നുള്ളത് ഓപ്ഷനിൽ കണ്ടാലെങ്കിലും കിട്ടണം. ആ രീതിയിലെങ്കിലും എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. ഇനി ഈ പേരുകൾ ഫസ്റ്റ് ലെറ്റർ ഇനി നിങ്ങൾക്ക് ഓർക്കേണ്ടി വരില്ല. അതിന് വേണ്ടിയിട്ടുള്ള ഒരു കോഡാണ് ഞാൻ താഴെ എഴുതിയിട്ടുള്ളത്. ദ റൊണാൾഡോ ആൻഡ് പെലെ പ്ലേഡ് ഫോർ ബയേൺ മ്യൂണിക് ഫുട്ബോൾ ക്ലബ്ബ്. ഫുട്ബോളുമായിട്ട് ചെറിയൊരു ബന്ധമുള്ള ആളുകൾക്കൊക്കെ ഒരു വട്ടം പറയുമ്പോഴത്തേക്ക് തന്നെ ഇത് മനസ്സിലേക്ക് പതിഞ്ഞിട്ടുണ്ടാവും. ഒരു സങ്കല്പമാണ്. റൊണാൾഡോ ജുവന്റസിലാണ് ഇപ്പൊ കളിക്കുന്നതെന്നൊക്കെ എല്ലാവർക്കും അറിയാം. പക്ഷെ ഇവിടെ ഒരു സാങ്കല്പിക കഥയാണ്. 2 കഥാപാത്രങ്ങൾ, റൊണാൾഡോയും പെലെയും, രണ്ടും എല്ലാവർക്കും കേട്ട് പരിചയമുള്ള പേരുകളായിരിക്കും. അവർ രണ്ടുപേരും ബയേൺ മ്യൂണിക് ഫുട്ബോൾ ക്ലബിന് വേണ്ടി കളിച്ചു എന്നുള്ള കൺസെപ്റ്റ് ആണ് ഇവിടെ പറയുന്നത്. അത്രേ ഉള്ളൂ. അപ്പൊ ആ കോഡ് ഓർത്തിരിക്കുക. ദ റൊണാൾഡോ. ഓക്കെ, ദ റൊണാൾഡോ. ആൻഡ് എന്ന് എഴുതുമ്പോൾ എ അല്ല എഴുതുന്നത്. നമ്മൾ നോർമലി മെസ്സേജിങ്ങിലൊക്കെ ഉപയോഗിക്കുന്ന ND എന്ന് നമ്മൾ ഉപയോഗിക്കാറുള്ളൂ അല്ലെ. അപ്പൊ ND ആണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ദ റൊണാൾഡോ ആൻഡ് പെലെ പ്ലേഡ് ഫോർ ബയേൺ മ്യൂണിക് എന്ന് പറയുന്നത് ഒരു ക്ലബ്ബാണ്. ബയേൺ മ്യൂണിക് ഫുട്ബോൾ ക്ലബ്ബ്.
ഓക്കെ, ദ റൊണാൾഡോ ആൻഡ് പെലെ പ്ലേഡ് ഫോർ ബയേൺ മ്യൂണിക് ഫുട്ബോൾ ക്ലബ്ബ് എന്നുള്ളത് മനസ്സിലുണ്ടെങ്കിൽ ഈ പേരുകളൊക്കെ നിങ്ങൾ ഒരു 2-3 പ്രാവശ്യമെങ്കിലും മനസ്സിലേക്ക് വെച്ചെങ്കിൽ ഓപ്ഷൻ കണ്ടാൽ ഇനി ഒരിക്കലും നിങ്ങൾക്ക് എന്ത് പോവില്ല, മറന്നു പോവില്ല. അത് ഒരിക്കലും നിങ്ങൾക്ക് മാറിപ്പോകുകയില്ല. ആ കോഡ് പ്രധാനമായിട്ട് 1-2-3 പ്രാവശ്യം വായിച്ചിട്ട് മനസ്സിലേക്ക് എടുക്കുക. അതിനുശേഷം ഈ ഒരു കോഡ് പഠിക്കുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ബിന്റെ ഡിഫറെന്റ് കാറ്റഗറീസ് ഓഫ് വൈറ്റമിൻസും അതിന്റെ സയന്റിഫിക് നെയിമും മാറിപ്പോവില്ല. തയാമിൻ, റീബോഫ്ലേവിൻ, നിയാസിൻ, പാന്റോതെനിക് ആസിഡ്, പിരിഡോക്സിൻ, ബയോട്ടിൻ, ഫോളിക് ആസിഡ്, കൊബലാമിൻ ആണെന്നുള്ള കാര്യം എന്ത് ചെയ്യുക, 1-2 പ്രാവശ്യം പഠിക്കുക. ഇത്തരത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നോർമൽ കേസിൽ B1 എന്ന് പറയുന്നത് തയാമിനാണ്, B2 എന്ന് പറയുന്നത് റിബോഫ്ലേവിനാണ്, B3 എന്ന് പറയുന്നത് നിയാസിനാണെന്ന് പറഞ്ഞ് കാണാതെ പഠിച്ചിട്ടുണ്ടെങ്കിൽ 4-5 ദിവസത്തേക്ക് ഉണ്ടാവും. പിന്നെ കുറെ കാര്യങ്ങൾ പഠിക്കുന്ന സമയത്ത് ഈ പഠിച്ച കാര്യങ്ങളൊക്കെ മറന്നു പോയിട്ടുണ്ടാവും. അപ്പൊ പഠിച്ച കാര്യങ്ങൾ ഒരിക്കലും പിന്നീട് മറന്നു പോകരുത് എന്നുള്ള കൺസെപ്റ്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു കോഡിൽ, ഈ ഒരു കോഴ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. തീർച്ചയായും ഇത് നിങ്ങൾക്ക് ഉപയോഗപ്പെടും എന്ന് വിചാരിക്കുന്നു. അഭിപ്രായങ്ങൾ ലഭിക്കുന്നത് അത്തരത്തിലാണ്. തീർച്ചയായും ഇതുകൂടി നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. ദ റൊണാൾഡോ ആൻഡ് പെലെ പ്ലേഡ് ഫോർ ബയേൺ മ്യൂണിക് ഫുട്ബോൾ ക്ലബ്ബ്. ദ റൊണാൾഡോ ആൻഡ് പെലെ പ്ലേഡ് ഫോർ ബയേൺ മ്യൂണിക് ഫുട്ബോൾ ക്ലബ്ബ് എന്നുള്ളത് മനസ്സിലുണ്ടെങ്കിൽ ആ ഓർഡർ നോക്കിയേ. ദ റൊണാൾഡോ, ടി തയാമിൻ, റൊണാൾഡോന്റെ R ഫോർ റിബോഫ്ലാവിൻ, N ഫോർ നിയാസിൻ, P ഫോർ പാന്റോതെനിക് ആസിഡ്, അനദർ P ഫോർ പിരിഡോക്സിൻ. അത് മാറിപ്പോവാതെ ഓർക്കുക. പാന്റോതെനിക് ആസിഡ് ആണ് B5, പിന്നെ B6 ആണ് പിരിഡോക്സിൻ എന്ന് പറയുന്നത്. ദെൻ ബയേൺ മ്യൂണിക് എന്ന് പറയുന്നത് ബയോട്ടിൻ, F ഫോർ ഫോളിക് ആസിഡ്, ക്ലബിന്റെ C ഫോർ കൊബലാമിൻ. ഓക്കെ, അപ്പൊ ആ ഓർഡർ ഓർത്തിരിക്കുക. 1, 2, 3, 4 ഇല്ല, 5, 6, 7, 8 ഇല്ല, പിന്നെ 9. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു വെറൈറ്റി ആയിട്ട് 12 മാത്രമേ ഉള്ളൂ. 10ഉം 11ഒന്നും അതിന്റെ ഇടയിൽ കൊടുത്തിട്ടില്ല. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ഇത്ര കാര്യങ്ങൾ മാത്രമേ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളൂ. തീർച്ചയായും ഇത് നിങ്ങൾക്ക് ഉപയോഗപ്പെടുമെന്ന് വിചാരിക്കുന്നു. വൈറ്റമിൻസിന്റെ സയന്റിഫിക് നെയിം ആണ് പറഞ്ഞത്. B1 ആണ് നമ്മൾ കോഡിലൂടെ പഠിച്ചത്. അതല്ലാത്തതും ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതും പഠിക്കുക. A എന്ന് പറയുന്നത് റെറ്റിനോൾ, കണ്ണുമായി ബന്ധപ്പെട്ടതാണ്. 2 തരത്തിലുള്ള പിഗ്മെന്റ് ആണ് അതിൽ അടങ്ങിയിരിക്കുന്നത്, റോഡോപ്സിനും അയഡോപ്സിനും. ഓക്കെ, മങ്ങിയ പ്രകാശത്തിൽ കാഴ്ച സാധ്യമാക്കുന്നത് റോഡോപ്സിനാണ്, തീവ്ര പ്രകാശത്തിൽ കാഴ്ച സാധ്യമാക്കുന്നത് അയഡോപ്സിനാണ്. ഓക്കെ, വൈറ്റമിൻ സി നാരങ്ങയിലും പിന്നെ ഓറഞ്ചിലൊക്കെ അടങ്ങിയിട്ടുള്ള പുളിയുള്ള വിറ്റാമിൻ എന്ന് പറയുന്നത് വിറ്റാമിൻ സി ആണ്, അസ്കോർബിക് ആസിഡ് ആണ്. ഓക്കെ, വിറ്റാമിൻ ഡി കാൽസിഫെറോൾ, വിറ്റാമിൻ ഇ ടോക്കോഫെറോൾ, വിറ്റാമിൻ കെ ഫില്ലോകൈനിൻ. അത് പഠിച്ചിരിക്കുക. ഇനി ബിയിൽ നിന്നുള്ള കാര്യങ്ങൾ നമ്മൾ കോഡിലൂടെ പഠിച്ചു, ഓർത്തിരിക്കാനും പഠിച്ചു. ദ റൊണാൾഡോ ആൻഡ് പെലെ പ്ലേഡ് ഫോർ ബയേൺ മ്യൂണിക് ഫുട്ബോൾ ക്ലബ് എന്നുള്ളതാണ് നമ്മുടെ കോഡ്. ഓർത്തിരിക്കുക. തയാമിൻ, റിബോഫ്ലാവിൻ, നിയാസിൻ, പാന്റോതെനിക് ആസിഡ്, പിരിഡോക്സിൻ, ബയോട്ടിൻ, ഫോളിക് ആസിഡ്, കോബലാമിൻ. ഓക്കെ, അപ്പൊ ഇത്തരത്തിൽ കോഡുകളിലൂടെ പഠിക്കുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ അത് മറന്നു പോകില്ല. വിറ്റാമിനുകളുമായി ബന്ധപ്പെടുത്തി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് 2 ലെസനുകളിൽ ഞാൻ അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. 1 വിറ്റാമിനുകളുടെ സയന്റിഫിക് നെയിം, 2 വിറ്റാമിനുകളുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗങ്ങൾ. കഴിഞ്ഞ ലെസണിൽ അതാണ് ചെയ്തത്. തീർച്ചയായും വിറ്റാമിനുകൾ എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യേണ്ടത്. അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ കോഡുകൾ നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. തീർച്ചയായും നിങ്ങൾ കൂട്ടുകാരിലേക്ക് കൂടി എത്തിക്കുക. ഈ ഒരു പ്രൊഫൈൽ നിങ്ങൾ ഫോളോ ചെയ്തില്ലെങ്കിൽ ഇത്തരത്തിലുള്ള ലെസൺസ് നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പ്രൊഫൈൽ നിങ്ങൾ ഫോളോ ചെയ്യുക. ഈ ഒരു കോഴ്സിൽ നിങ്ങൾ എൻറോൾ ചെയ്യുക. എൻറോൾ മീൻസ് മുകളിൽ കാണുന്ന സേവ് എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ കോഴ്സിൽ നിങ്ങൾക്ക് എൻറോൾ ചെയ്യാവുന്നതാണ്. ഇഷ്ടപ്പെട്ടാൽ നല്ലൊരു റേറ്റിംഗ് റിവ്യൂ നൽകാവുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം, അല്ലെങ്കിൽ മെസ്സേജുകളായിട്ട് എന്നെ നേരിട്ട് അറിയിക്കാം. കൂട്ടത്തിൽ ഒരു കാര്യം കൂടി ഞാൻ കൂട്ടിച്ചേർക്കുകയാണ്. പിന്നെ അൺഅക്കാദമിയിൽ പ്ലസ് സബ്സ്ക്രിപ്ഷനെ കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ലൈവായിട്ട് ഇത്തരത്തിലുള്ള കോഡുകളും ക്ലാസ്സുകളും പിന്നെ ഒരുപാട് 15ഓളം ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സിന്റെ ക്ലാസ്സുകൾ ലൈവായിട്ട് ഡൗട്ട് ക്ലിയറിംഗ് അടക്കമുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്തുകൊണ്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പോലത്തെ എക്സാമുകൾക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ളത് പ്രതിപാദിക്കുന്ന ഒരുപാട് പേരുടെ ലൈവ് ക്ലാസ്സുകൾ അടങ്ങിയിരിക്കുന്ന പ്ലസ് സബ്സ്ക്രിപ്ഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. അത് പെയ്ഡ് കോഴ്സ് ആണ്. പെയ്ഡ് കോഴ്സ് ആയതുകൊണ്ട് തന്നെയാണ് മലയാളികൾ അല്പം അതിൽ നിന്ന് മാറി നിൽക്കുന്നത്. പക്ഷെ ഞാൻ നിങ്ങളോട് എന്റെ കൂട്ടുകാരോട് പറയുകയാണ്, ക്യാഷിന്റെ പ്രശ്നം കൊണ്ട് മാത്രം നിങ്ങൾക്ക് പഠനം മുടങ്ങരുത് എന്നുള്ളൊരു അഭിപ്രായം ഉള്ളതുകൊണ്ട് പറയുകയാണ്. 10% ഡിസ്കൗണ്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്റെ ഇൻബോക്സിൽ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി. നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള ആളുകളാണെങ്കിൽ അതിനനുസരിച്ചുള്ള സൊല്യൂഷൻസ്, ആരും തന്നെ അത് മിസ്യൂസ് ചെയ്യരുത്. സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള ആളുകളാണെങ്കിൽ അവർക്ക് അതിന് വേണ്ട സൊല്യൂഷനെ ഞാൻ കാണുന്നതാണ്. തീർച്ചയായും ഈ ഒരു വിവരം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി ഷെയർ ചെയ്യുക. ഇത്തരത്തിൽ ഇഷ്ടപ്പെട്ട വീഡിയോസ് ആണെങ്കിൽ നിങ്ങൾ അവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ തീർച്ചയായിട്ടും മറക്കരുത്. അപ്പൊ അടുത്ത ലെസണിൽ ഇതുപോലുള്ള കോഡുകളായിട്ട്
നമുക്ക് കാണാം. അപ്പൊ ആർക്കെങ്കിലും പ്ലസ് സബ്സ്ക്രിപ്ഷൻ ആവശ്യമുണ്ട്, പക്ഷെ പൈസ ഇല്ല, ക്യാഷിന്റെ കുറവ് മൂലം എനിക്കത് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നില്ലല്ലോ എന്ന് വിഷമിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, എന്റെ ഇൻബോക്സിൽ ഒന്ന് മെസ്സേജ് ചെയ്യാവുന്നതാണ്. തീർച്ചയായിട്ടും അവർക്ക് അതിന് നല്ലൊരു സൊല്യൂഷൻ തന്നെ ഞാൻ നൽകുന്നതാണ് എന്ന് കൂടി കൂട്ടിച്ചേർക്കുന്നു. അപ്പൊ അടുത്ത ലെസണിൽ കൂടുതൽ ടോപ്പിക്കുകളുമായിട്ട് കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും ഹൃദയത്തിൽ നിന്നുള്ള നന്ദി, നമസ്കാരം.